എറണാകുളം വടുതല കർഷക റോഡ് ഗ്രീൻ ഗാർഡനിലെ വീട്ടിൽ ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അല്പം മുമ്പാണ്. തിരുവനന്തപുരം വിളപ്പിൻശാല കാരോട് സ്വദേശി അശ്വതി എസ് നായർ, അമ്മ ശ്രീകുമാരി, ആൺമക്കളായ കീർത്തിവൻ 14 വയസ്സ്, കാർണിവൻ 10 വയസ്സ്, 2 വയസ്സുള്ള പെൺകുഞ്ഞ് എന്നിവരാണ് മരിച്ചത്. കുട്ടികളെ കൊന്ന ശേഷം അമ്മയും മകളും തൂങ്ങി മരിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കമുണ്ട്. അതേസമയം ആത്മഹത്യാക്കുറിപ്പ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. അശ്വതിയുടെ ഭർത്താവിന്റെ ആത്മഹത്യയുടെ പേരിൽ ബന്ധുക്കൾ കുറ്റപ്പെടുത്തിയതിലുള്ള മാനസിക വിഷമമാണ് ഇവർ മരിക്കുന്നതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അശ്വതിയുടെ ഭർത്താവ് നേരത്തെ ആത്മഹത്യ ചെയ്തതാണ്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണെന്ന് എറണാകുളം സെൻട്രൽ ACP സി പ്രേമാനന്ദ കൃഷ്ണ പറഞ്ഞു. 2 മാസം മുൻപാണ് മകന്റെ ചികിത്സയ്ക്ക് എന്ന പേരിൽ വടുത കർഷക റോഡിൽ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീകുമാരി വീട് വാടകയ്ക്കെടുത്തത്. 2 ദിവസമായി വീട്ടുകാരെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇല്ലാതായതോടെ വിദേശത്തുള്ള വീട്ടുടമസ്ഥൻ ബന്ധുവിനോട് വീട് പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ശ്രീകുമാരിയെയും മകൾ അശ്വതിയെയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ കട്ടിലിൽ വിഷം കഴിച്ച നിലയിലുമായിരുന്നു. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട് എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. കൊച്ചി സെൻട്രൽ ACP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. സ്ഥലത്തു നിന്ന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിൽ അശ്വതിയുടെ ഭർത്താവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ ഒരു മരണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ 2 മാസം മുൻപാണ് കൊച്ചിയിലെത്തിയത്. കരൾ രോഗബാധിതനായ അശ്വതിയുടെ ഭർത്താവിന്റെ ആത്മഹത്യക്ക് പിന്നാലെയാണ് വീട് ഇവർ വിൽപ്പന നടത്തി കുടുംബം കൊച്ചിയിലേക്ക് താമസം മാറ്റിയത്. 2 ആൺമക്കളും 1 പെൺകുട്ടിയുമാണ് ഇവർക്കുള്ളത്. ഇതിൽ മൂത്ത കുട്ടി മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ട്. ഈ കുട്ടിയുടെ ചികിത്സയ്ക്കായാണ് ഇവർ കൊച്ചിയിലേക്ക് എത്തിയത് എന്നാണ് വീട്ടുടമസ്ഥനെ ഇവർ കാര്യം അറിയിച്ചത്. എന്തായാലും മൃതദേഹങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറും. എറണാകുളം നോർത്ത് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. അശ്വതിയുടെ അമ്മ ശ്രീകുമാരിയാണ് വിളപ്പിൻശാലയിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. ഈ വീടിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. 2 മാസം മുൻപ് ഇവർ ഇവിടെ വന്നു പോയിരുന്നു. അശ്വതിയുടെ ഭർത്താവ് കാട്ടാക്കട പൂവച്ചാൽ സ്വദേശി അർഷിദ് 8 മാസം മുൻപ് മരിച്ചിരുന്നു. എന്തായാലും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ ഇവർ ജീവൻ ഒടുക്കിയത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യത്തിലും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്.